ടയർ പ്രഷർ അല്ല, ഓയിൽ കണ്ടീഷൻ, ടയർ കണ്ടീഷൻ, എന്തായാലും ഒരു കണ്ടീഷൻ ഇപ്പോൾ ശരിയല്ലായിരുന്നല്ലേ. ഫ്യൂവൽ കണ്ടീഷൻ അല്ല, ഫ്യൂവൽ 350 രൂപ ചാറ്റ്. ഞാൻ ലക്ഷപ്രഭു. എടാ ഇനി കോടിപതി ആവണം കാര്യം പറയാല. ഫ്രീ മറ്റേ കാർ പാർക്ക് മൾട്ടിപ്ലയർ 2 കോടിപതി ആവണം. എനിക്ക് എത്ര 36 ലക്ഷോടെ മതി ചാറ്റ്. 36 ലക്ഷോടെ ഉണ്ട് ഞാൻ CPM 2 കോടിപതിയാവും. ഏതെങ്കിലും ഒരു കാർ കൊണ്ട് വിറ്റാല ചാറ്റേ. ഒരു 36 ലക്ഷത്തിൻ്റെ ഒരു കാർ കൊണ്ട് വിറ്റാല ആരെങ്കിലും വാങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാരണം വെച്ചാൽ 36 ലക്ഷം കൊണ്ട് ഞാൻ കോടിപതിയാവും. ആ ഐഡിയ ഇപ്പം കിട്ടിയാണേ എനിക്ക്. എടാ ഇതെൻ്റെ പഴയ ഫസ്റ്റ്, നിങ്ങൾക്ക് ലൈവ് തുടങ്ങിയവർക്ക് അറിയാം, ഞാൻ ആദ്യമായിട്ട് 500 കോയിന് വാങ്ങിച്ച എൻ്റെ റൊണാൾഡോ കാറാണ്. കണ്ട ഗോട്ടെന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ കസ്റ്റമൈസേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെയാണ്. ചാറ്റ ഈ കാർ ഞാൻ ഒന്ന് കൊണ്ടിതാക്കാൻ പോകണം ചാറ്റ. നിങ്ങൾ 36 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ കാർ അവിടെ സെയിലിന് കൊണ്ടിടാൻ പോകണം മൾട്ടിപ്ലെയറിൽ. ആരെങ്കിലും വാങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. കാര്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ ഈ ലൊട്ടാൾ വാങ്ങൂലെന്ന്. ഞാൻ എന്തായാലും കൊണ്ട് ഇടാൻ പോകണം. ഇഷ്ടമുള്ളവന്മാർ വാങ്ങിക്കട്ടെ. കുറച്ച് കസ്റ്റമൈസേഷൻ പരിപാടിയൊക്കെ ഞാൻ ചെയ്യാൻ പോകണം. മനസ്സിലായില്ല, നമ്മൾ കുറച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ട് വേണം. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ വിനിൽസിൽ പോയിട്ട്, വിനിൽസ് അല്ല എന്തിന് വിവിനിൽസാ, വൈനൽസ് എടാ പോടാലൊട്ടേ അങ്ങോട്ട്. എടാ ഈ കാർ സത്യം പറഞ്ഞ W കാറല്ലേടാ. എനിക്ക് ഇതിപ്പോൾ വിൽക്കാൻ തോന്നലടാ. എടാ എന്ത് സംഭവിക്കണത്? ശേ ഒന്ന് ഇങ്ങോട്ട് വരാത്ത എനിക്ക്. എടാ ഇതും W ആക്കണ്ടാ. ഞാൻ കാര്യം ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ നല്ല സ്കില്ല് എനിക്ക് ഡെവലപ്പായി വരുവാണേ. കാര്യം പറഞ്ഞാൽ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുകയാണേ. എൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുകയാണേ. റെഡ് ഫോക്സിൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുകയാണേ. കസ്റ്റമൈസേഷൻ സ്കില്ല് ഡെവലപ്പ് ആവുകയാണേ. വേറെ ലൊട്ട മയിലുകളെ പോലെയല്ല, എൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുകയാണേ. എടാ ഇത് കൊള്ളാല്ലടാ. ഞാൻ കാര്യം ചേട്ടാ നിങ്ങളുടെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് ഇത് വേണം മാറ്റണോ? ഗോട്ട് എടാ ഇത് ഞാൻ പണ്ട് ചെയ്തു വെച്ച കസ്റ്റമൈസേഷനാണ്. ഇതിൽ ഇറങ്ങി പണി എടുക്കണോ? എനിക്ക് നോക്കട്ടെ, കുറച്ച് വർക്കുണ്ടാ. കാര്യം പറയാല്ലേ, ഞാൻ കസ്റ്റമൈസേഷൻ നന്നായിട്ട് പഠിച്ച് വരുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ കാര്യം പറയാം, ചുമ്മാ ലൊട്ട പറയണല്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലേ പണ്ടത്തെ സ്കില്ല് നിങ്ങൾക്ക് അറിയാമല്ലേ. നിനക്ക് അറിയാമല്ലോ. നിങ്ങൾ ഈ ലൈവ് ആണെന്നമാർക്കാണെ അറിയാം. പണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് കസ്റ്റം ഈ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഇപ്പം ചെയ്യണേ അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ചാറ്റ്. എൻ്റെ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, കസ്റ്റം മോഡിഫിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആയി വരണുണ്ട്. ലൊട്ടയല്ല, അത് ഉറപ്പാണ്. എന്തായാലും ലൊട്ടയല്ല, 100% ഉറപ്പാണ്. ഈടെ ഇവിടെ ഇതേ ഉള്ള മറ്റേ ഒരു സാധനം, ഇവിടെ വേറൊരു സാധനം നോക്കണം. ലവ് ഊണ്ണേന്നല്ലേ. ആരോ ചിഹ്നം ഇവിടെ വയ്ക്കാം. ആരോ ചിഹ്നം ഈ ചാനൽ കുറച്ച് കൂടുതൽ നേരെ സത്യം പറഞ്ഞാൽ ലൈവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ മറ്റേ ചലഞ്ച് അവിടെ കിടക്കണമെന്നുണ്ട്. അതൊരു പരിപാടി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് ചെയ്യാം. ഇത് വേണോ? ഇത് ലൊട്ടയായി പോവും ഇതിങ്ങനെ വെച്ചാൽ. ഇത് വേണ്ട. ഇത് ഓൾറെഡി ഒരു വെള്ള വര ഉണ്ടല്ലോ. ഈ വെള്ള വര ഒന്ന് ബ്ലാക്ക് ആക്കില്ല. മറ്റേ ഞാൻ ബ്ലാക്ക് ആക്കിയാണ് വെച്ചാൽ. നോക്കട്ടെ എന്തായാലും നോക്കാം. കറുപ്പ് കളറാക്കി നോക്കട്ട്. കറുപ്പാക്കിയപ്പോൾ ബോറായടാ ചേട്ടാ. എനിക്ക് പച്ചയാക്കി നോക്കട്ടാ. പച്ചയാക്കിയപ്പോൾ എന്തോ ഒരു ലൊട്ട മയില് ഫീലടാ. ഞാൻ കാര്യം പറയാല്ലേ, സീരിയസ്ലി ചേട്ടാ. എന്തോ ഒരു ലൊട്ട പുണ്ടച്ച് ഫീല്. ഞാൻ അത് വാങ്ങിച്ചിട്ട് എടാ ഈ കാറിപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടാ. ഞാൻ ഇതെനിക്കിപ്പോൾ കൊള്ളാന്നൊരു ഫീല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കാറ് ചേട്ടാ. ഒറ്റ ഇത് ഞാൻ പറയണം. ഈ കാർ ഞാൻ ഇപ്പം വേറെ ഇതിപ്പോൾ ഇനി ഞാൻ കൂടുതൽ കയ്യിരുന്ന ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്തു പോകണം. കസ്റ്റം പൈസ ചെയ്തു പോകും. എനിക്കറിയാൻ പാടില്ല. അയ്യോ ഞാൻ ഇതെന്ത് കാണിക്കണ മയിര്. ഞാടാ എനിക്കിപ്പോൾ കൊടുക്കാൻ തോന്നണില്ല. ഈ കാർ എനിക്കിപ്പോൾ കൊടുക്കാൻ തോന്നണില്ല. എനിക്കില്ല നല്ല എനിക്കിതിപ്പോൾ കൊടുക്കാൻ തോന്നണില്ല. എടാ എന്ത് കഷ്ടമല്ലേ. എനിക്കിപ്പോൾ ഈ കാർ എനിക്ക് പണ്ട് തൊട്ടേ നമുക്കുള്ളൊരു വികാരമാണ് ഈ കാർ. മനസ്സിലായില്ലേ? എടാ നിൽക്കേ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റൊണാൾഡോ കാറുണ്ടല്ലോ. ഈ കാറ് ഭയങ്കര വലിയ ഇതൊന്നും അല്ല. ഈ കാറ് ഈ ഒരു ഒറ്റ തവണത്തേക്ക് 50 ലക്ഷത്തിന് ഇടാൻ പോവാണ്.
മനസ്സിലായില്ലേ? വിറ്റ് പോയില്ലേ പോകണ്ട, അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഇതും കൊടുക്കാൻ തോന്നില്ല, അതൊട്ടും കൊടുക്കാൻ തോന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ? എനിക്കിപ്പോൾ പൈസ അത്യാവശ്യം വരുന്ന ഒരു 36 ലക്ഷം എനിക്ക് രൂപ അത്യാവശ്യം വരുന്നത്. കാര്യം പറഞ്ഞെങ്കിൽ 36 ലക്ഷം രൂപ എങ്ങനെയും കിട്ടണമായിരുന്നു. 36 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ കോടിപതിയാവും ഇതിൻ്റെ അകത്ത്. അതാണ് എനിക്ക് തോന്നല്ലടാ. എടാ ഈ കാർ ഒറ്റ തവണ ഇപ്പം കിട്ടുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കോടിപതിയാവാം. എന്തായാലും ചേട്ടൻ ഇപ്പം കിട്ടുവാണെങ്കിൽ 50 ലക്ഷത്തിന് ഇടാൻ പോവാണ്. 50 ലക്ഷത്തിന് ഞാൻ കാർ ഇടാൻ പോവാണ്. ആരെങ്കിലും വേണേൽ വാങ്ങിച്ചോ. എനിക്ക് ഈ കാർ വിൽക്കാൻ തോന്നണമെന്നില്ല. ഇത് 50 ലക്ഷത്തിന് വർത്തൊന്നും ആയിരിക്കും, അത്രയ്ക്ക് വലിയ കാറൊന്നുമല്ല. പക്ഷേ കുറച്ച് പണി എടുത്തിട്ടുണ്ട് ഓൾറെഡി. ലക്ഷങ്ങൾ ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അത് എന്നാലും 50 ലക്ഷം എനിക്കിപ്പോൾ എന്തായാലും ഒരു 36 ലക്ഷം രൂപ എന്തായാലും വേണം. എങ്കിലും 36 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ കോടിപതിയാവും. കൊടുക്കാൻ തോന്നലടാ, കാര്യം പറയാൻ കൊടുക്കാൻ എനിക്ക് തോന്നണില്ലടാ. ഇതെന്താടാ ചാറ്റി? എടാ എനിക്ക് ഇവിടെ ചെറിയ ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ലൊട്ട മൈലുകൾ വണ്ടിയിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് പോയി എനിക്ക് ലാഗ് അടിക്കും. അതൊക്കെ ഈ ഗെയിമിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓടാ മൈര മാറി മുന്നേ. എടാ 50 ലക്ഷത്തിന് ഇത് വിൽക്കാൻ തോന്നില്ലടാ. 50 ലക്ഷത്തിന് എനിക്കിത് 50 ലക്ഷം ആരെങ്കിലും വാങ്ങിച്ചാലോ ഒരു? പക്ഷേ ഇനി വാങ്ങിക്കുമെങ്കില 50 ലക്ഷത്തിന്? എടാ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടോ? ഒരു 70 ലക്ഷത്തിന് ഇട്ടാലാ? 70 ലക്ഷത്തിന് ഇടാം. ആരും വാങ്ങണ്ട. അല്ല അങ്ങനെയല്ല, വാങ്ങണേ വാങ്ങിക്കട്ടെ. 70 ലക്ഷത്തിന് ഇടാം. അതിന് വിൽക്കാൻ അത്രയ്ക്ക് മനസ്സ് വരണ്ട. കാരണം ഇന്നലെ അതിന് മാത്രം വർക്ക് ചെയ്തതാണ്. പക്ഷേ പൈസ അത്യാവശ്യമായി പോയി. ഓക്കെ 70 ലക്ഷത്തിന് ഇടാം. 70 ലക്ഷത്തിന് ഇടാം. 70 ലക്ഷത്തിന് ആരും വാങ്ങാൻ ചാൻസ് ഇല്ല. എന്നാലും നോക്കാം. 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. ഓക്കെ സെറ്റാണല്ലോ. സെറ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ. സെറ്റ് 7 ലക്ഷം തന്നെ. കറക്റ്റ്. ലോക്ക് ഇട്ടില്ല. ഏതെങ്കിലും അപരാധി മക്കൾ എടുത്തുകൊണ്ട് ഓടിക്കും. ഇത് വന്നില്ലേ? ഓക്കെ വന്നു. ചാറ്റെ 70 ലക്ഷത്തിന് എൻ്റെ റൊണാൾഡോ കാർ ഞാൻ വിൽക്കാൻ എടുത്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൊടുത്ത് ആരെങ്കിലും വാങ്ങുമെന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ ചിലപ്പം. എടാ എന്തെങ്കിലും 1,50,000 പ്ലീസ് ബ്രോ. എടാ ഈ കാറ് 1,50,000 എന്നല്ല, ഒറ്റ 10, 100, 1000, 10 ലക്ഷം. 1,50,000 ഈ കാറ് എടാ ഞാൻ വാങ്ങണേ. എടാ എനിക്ക് കിട്ടിയാ? അയ്യോ സ്ലോട്ടില്ലല്ലേ എനിക്ക്. എനിക്ക് സ്ലോട്ടില്ല. അയ്യോ എനിക്ക് സ്ലോട്ടില്ല. ഞാൻ ഇപ്പോൾ പൈസ കൊടുത്ത സീനാവൂ. എടാ എനിക്ക് സ്ലോട്ടില്ല. ഈ റൂം എനിക്ക് ഇങ്ങനെ കയറും. ഈ റൂമിൽ എടാ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റൂടാ? യു ഡോണ്ട് ഹാവ് എംപ്റ്റി സ്ലോട്ട്. യു വാണ്ട് ടു ബൈ ന്യൂ സ്ലോട്ട് 100 കോയിൻ. 100 കോയിൻ എൻ്റെ ഉണ്ടാ? ഓക്കെ കൺഫേം. എടാ എനിക്ക് മില്യണയർ. എടാ ഇത് അവൻ്റെ പേരെന്തര്? എടാ ഒന്ന് മാറി നിൽക്കടാ കൊച്ചു ചേർക്കാ. ഇപ്പം ഈ കാറ് വിൽക്കാട്ട് എനിക്ക് പേരിലൊട്ട. അയ്യോ എനിക്ക് കാർ വേണം. ഈ കാർ എനിക്ക് വേണം. എടാ ഈ കാർ എനിക്ക് വേണം. ഒരുത്തിനും കൊടുക്കല്ലേ മുത്തേ. എടാ എന്താ ഒരു ലൊട്ട അവിടെ ഓഫായി കിടക്കണം തോന്നുന്നു. അതാണ് ബ്രോ എന്നെ ഫ്രണ്ടാക്ക്. എടാ ഈ മലയാളി റൂമാണെന്ന് പറഞ്ഞുകൂടല്ലോ. അയ്യല്ലോ ലൊട്ട. ഇതാണ് ആ കാറ്. ഞാൻ നോക്കിയോ എനിക്ക്. എടാ ഇത് എനിക്ക് ലാഭമാണ് ഈ 1,50,000 കാറ്. വോയിസ് ചാറ്റ്. എടാ എവിടെയാ മറ്റേ നെക്കല്ല ഇഗ്നോർ വോയിസ് ചാറ്റ്. ഇതെല്ലാം ഓക്കെ ആണല്ല. ഈ കാറിരിക്കണോ? എൻ്റെ പേരെന്തര്? എടാ എനിക്ക് കാറ് വേണോടാ. അയ്യോ എടാ ബ്രോ ഐ നീഡ് ദിസ് കാർ. I will buy definite. I will buy but I don't. എടാ ഇത് അപരാധിമോ വാങ്ങിച്ചോണ്ടോ? എടാ എൻ്റെ പൊന്നോ എനിക്കിത് തന്നെ കിട്ടി. എൻ്റെ അവസ്ഥ എൻ്റെ പൊന്നോ എനിക്കത് എനിക്ക് ഇതാര്? അണ്ടിയാ? എൻ്റെ പേരെന്തര്? അണ്ടി എന്നൊക്കെ പേരിട്ടതാ പുണ്ണ. എടാ ആ കാർ 1 ലക്ഷം രൂപയ്ക്ക് മറ്റേ ആ വണ്ടി എനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് 1 ലാഫ് വരുന്നത്. അത് ഞാൻ മറ്റേ പുണ്ണക്കാറ് മറ്റേ
മറ്റേ ഒരു കുഞ്ഞ് 20,000 ഒരു അണ്ടിക്കാറുണ്ടല്ല, എൻ്റെ അബദ്ധത്തിന് ആ കാർ ഞാൻ അവിടെ അടുത്ത് വച്ച് സ്ലോട്ടും പോയി. അതിന് കുറഞ്ഞിരുന്ന് ഇപ്പം ഞാൻ നോക്കി, ഇപ്പം കുറഞ്ഞിരുന്ന് ഞാൻ ഒറ്റ ഇടിക്ക് ഫോൺ ഞാൻ തീർത്തേനെ. എടാ നല്ല ഒരു അവസരം ഉണ്ടറായി പോണ, നല്ലൊരവസരം പോയടാ എൻ്റെ. നിൽക്കേ, ഞാൻ വാങ്ങാൻ പറയണം, അതിൻ്റെ ഇറങ്ങി പോകണം. എൻ്റെ പേരും എനിക്ക് അറിഞ്ഞുമായിരുന്നു. എനിക്ക് ആ പ്ലീസ് ഒന്ന് ഇട്ടോനല്ലേ, പ്ലീസ് എവിടെ നോക്കട്ടെ. ആ പ്ലീസ് കാണാനില്ലേ? ഓടാ മയിലുകളെ, നല്ലൊരു ചാൻസ് തന്നെ മിസ്സാടാ. ഞാൻ സീരിയസ്ലി പറയണം, എൻ്റെ നല്ലൊരു അവസരം, നല്ലൊരു പോയി. എനിക്ക് ഏതെങ്കിലും കാർ എനിക്ക് ഇപ്പോൾ കൊണ്ട് കളയണം. എനിക്ക് ആദ്യം ഇവനെ ഞാൻ കൊണ്ട് കളയട്ടെ. ഉള്ള ഒരു രൂപയ്ക്ക് എനിക്ക് ഈ കാർ വിൽക്കണം. ഈ കാർ എനിക്ക് വിറ്റാണ് ഇവിടെ ആരെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോട്ടത്. ഇവിടെ ഇത് ആരെങ്കിലും ഇത് വാങ്ങൂടാ, എരണോ ഇല്ലടാ ഈ കാറിൻ്റെ കാര്യം പറയല്ല. എനിക്ക് ഞാൻ വേറെ വല്ലതും വിൽക്കട്ടെ. ഇത് വിറ്റാലാ? ഇതാണെന്നാണ് ഇപ്പം എൻ്റെ ഇരിക്കണം. ഇത് തന്നെയല്ലേ ഇത് തന്നെയാണ് ഇതെന്ന് തോന്നുന്നു. കണ്ട, രണ്ടും ഒന്ന് തന്നെ. ചുമ്മാ അല്ല. അപ്പോൾ ഇത് വിൽക്കട്ടെ. ഇത് ഞാൻ എടുത്ത് വിൽക്കട്ടെ. ഓക്കെ, സെലക്ട് ഇതെനിക്ക് വേണ്ട. എന്ത് എനിക്ക് നിൽക്കാം. ഇത് എത്ര രൂപയ്ക്കാണ്? 3 ലക്ഷത്തിനിടാ അല്ലേ? 3 ലക്ഷത്തിനിടാ. എടാ ആ കാർ എനിക്ക് വേണമായിരുന്നു, ആദ്യം മിസ്സാക്കി കളഞ്ഞടാ. എനിക്ക് സ്ലോട്ടിന് ഒഴിവാക്കണം കേട്ടോ. കാര്യം പറഞ്ഞ ചേട്ടേ, ഇനി ലൊട്ടത്തര സംഭവിക്കൂല. നോക്കിയോ, സ്ലോട്ട് ഞാൻ ഒരു 5 സ്ലോട്ടെങ്കിലും എനിക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ കാർ വിൽക്കാൻ പോവാണേ. എന്തിനാണ് ഇങ്ങനെ ചവർ കണക്കിരിക്കണം? നമുക്ക് നല്ല കാർ കയ്യിരുന്നാൽ പോരെ. എന്തിനാണ് ലൊട്ടകൾ കയ്യിരിക്കണം? ലൊട്ടകൾ കയ്യിരുന്നിട്ട് എന്തിനാ ഇപ്പം കണ്ട നല്ലൊരു ചാൻസ് പോയാണ്ട. ഞാൻ ഇത് ഓട്ടിക്കുമല്ലേ ഇതൊന്നും ഈ ലൊട്ട എന്ന്. മറ്റേ ഇത് ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലേ. എടാ ഈ കാറിൻ്റെ സ്പീഡ് കണ്ട, 10-100 അത്രയൊക്കെ ഈ കാർ സ്പീഡുള്ളൂ. ഈ കാറിനെയാണ്, ഈ സെയിം കാറാണ് മറ്റേ റൊണാൾഡോ കാർ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതിനെയാണ് ഞാൻ 10-400 സ്പീഡാക്കി എടുത്തത്. 100 പോലും കയറൂലടാ. ഈ കാറിനെയാണ് ഞാൻ എന്തോരം. എനിക്ക് വേണ്ട. എന്തിനാണ് അതൊക്കെ നോക്കി സമയം കളയണം? എടാ ഇവിടെ എത്തുമ്പോൾ ചെറിയ ലാഗ് അടിക്കുന്ന സീനില്ല. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അത് എപ്പോഴും ഉള്ളതന്നെ. ഒരു 1 ലക്ഷത്തിന് വേണ്ട. 1 ലക്ഷത്തിന് വിട്ടാൽ എനിക്ക് ഇഷ്ടമുണ്ട്. 3 ലക്ഷത്തിന് ഇപ്പം എൻ്റെ കയ്യിരിക്കണ കാറ് കണ്ട മയിരായി. അതെൻ്റെ ഡോമിൻ്റെ കാറല്ലേ, ഡോമണ്ണൻ്റെ കാറ്. എടാ ഇവിടെ സ്ലോട്ടും ഇല്ലടാ. ഇതെന്ത് കഷ്ടം. ഞാൻ അവിടെ ഒരെണ്ണം ഉണ്ട്, പെട്ടെന്ന് കൊണ്ടിടാം. ഇല്ല ഏതെങ്കിലും ലൊട്ട ഇടും. എടാ ഇവൻ്റെ ഇരിക്കണ കാറുണ്ട് 1600 HP. ഇത് വിറ്റിരുന്നെങ്കിൽ ഇതൊന്ന് വിൽക്കണേ ഭയങ്കര പൈസ വിൽക്കോടാ. നേരത്തെ ലാഭം അടിച്ചാണ്. അപ്പം 10, 100, 1000, 10,000 ലക്ഷം 3 ലക്ഷം ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വാങ്ങണേമായിട്ട് ഒന്ന് വാങ്ങിച്ചു. എടാ ഗ്രാഫിക്സ് കുറഞ്ഞാടാ. നിന്നെ നോയി കാർ ട്രേഡ് റിജക്റ്റ് എന്നാ? അതിന് നിൻ്റെ അടുത്ത് ഞാൻ ട്രേഡ് ചോദിച്ചില്ലല്ല. നീ ആര് ലൊട്ട റിജക്റ്റ്? അത് ഞാൻ ലൊട്ടടാ. ഞാൻ ഇവിടെ മര്യാദയ്ക്ക് എൻ്റെ കാർ ആരെങ്കിലും വാങ്ങട്ടെന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയ്ക്ക് കൊണ്ടിട്ട്, എന്നിട്ട് ഗ്രാഫിക്സ് നോക്കാൻ പോയപ്പോൾ കാർ ട്രേഡ് റിജക്റ്റ് എന്ന്. നിന്റെ പോടാ ലൊട്ടേ, നീ റിജക്റ്റ് ചെയ്യടാ. ഇതാര്? ഓ ഇത് സംഭവം തരുന്ന പൈസ പുടുങ്കാൻ നടക്കണ. അവളെ പേഴ്സണലി ചോദിക്കോടെ നമ്മളടുത്ത് വന്ന് പൈസ. സെൽക്കാറിൻ്റെ സാധനം അതിട്ടത് അയ്യ. ഞാൻ ഇപ്പം വാങ്ങ നീ കുഴിഞ്ഞിരി. ഞാൻ വാങ്ങാം. എൻ്റെ പ്രായലൊട്ടെ. എടാ ആ കളർ എങ്ങനെയാടാ കാറിൽ കൊണ്ടുവരണം? ആ കളർ ഈ ഉടുപ്പും ചേരും. പക്ഷേ ഈ കളർ എങ്ങനെ വണ്ടി കൊണ്ടുവരും? എനിക്ക് അതൊന്ന് പഠിക്കണം. ചോദിക്കാം. ഇനി 1 കാറിന് ചോദിക്കാം. നീ കുറച്ച് കാർ ട്രേഡ് ചെയ്ത് കളയാൻ കേട്ടോ. കുറേ കാറിൻ്റെ ഇരിക്കണം. അന്ന് എനിക്കിപ്പോൾ വേണ്ട. ഏതെങ്കിലും ആർക്കെങ്കിലും വേണോടാ എൻ്റെ കാറ്? എടാ ട്രേഡാ അതില്ലേ ചോദിച്ച വേണം. ഇഷ്ടേണ്ട. 1 കോടിക്കടാ വർത്തി സാധനമാണ് കേട്ടോ. 1 കോടിക്കല്ല, 1 കോടിക്ക് വർത്തിയല്ലടാ. 1 കോടിക്ക് വർത്താണെന്ന് ഞാൻ പറയൂല. പക്ഷെ അവൻ ചെയ്ത് വച്ചേക്കണ ആരും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ 1 കോടിക്ക് ഞാൻ എന്തായാലും 1 കോടി 10 കോടിയായിരുന്നു. എന്തായാലും 1 കോടി എന്ന് വെച്ചാൽ അത് ഭയങ്കര പൈസ ഉണ്ടോ. അതിനെനിക്കിപ്പോൾ എന്തായാലും വാങ്ങിക്കാൻ പറ്റൂല.
എടാ 3 ലക്ഷം നീ കാർ ആരും വാങ്ങില്ല. അതിനൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ കാറെങ്കിൽ വിറ്റുകളെ 2,50,000 ഇടാം. 2,50,000 ഇടാൻ പോകണം ചേട്ടാ. ആരെങ്കിലും വാങ്ങണേ വാങ്ങിട്ട് കാര്യം പറയാലോ. 2 ലക്ഷത്തി സെറ്റ്. ഓ കിട്ടിയടാ, കിട്ടി പോയി കിട്ടി 2,50,000 പോയി കിട്ടി. പോയല്ല. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇടിക്കും, മൂക്കിന് കുത്തും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ. നോക്കിക്കോ, അച്ചീവ്മെൻറ്റ് യു ഹാവ് കളക്റ്റഡ് 50 കാർ ഗ്രേറ്റ്. എടാ നീ ഒന്ന് അവരാതി ഒന്ന് മനസമാധാനം തരില്ല. പോയി കിട്ടി കണ്ട, ഇപ്പോഴേ ഉണ്ടായിരുന്ന പോയി കിട്ടി. എടാ ആ കാർ നിൽക്കേ, ആ കാറിൻ്റെ ഒറിജിനൽ പൈസ എത്രയാണ്? ഞാൻ 2,50,000 വിറ്റും പോയിനും അത് എനിക്ക് നഷ്ടമാവും എന്ന് അറിഞ്ഞോണേ. അല്ലല്ലോ അയ്യോ ഇതല്ലല്ലോ, വേറെ കാറില്ല. ഇതല്ല. എടാ വലിയ ഭയങ്കര പൈസ ഇതല്ലല്ലേ ചേട്ടേ. നഷ്ടമൊന്നും ആയിട്ടില്ല. 1,20,000 രൂപയ്ക്ക് വാങ്ങിച്ച് ഒരെണ്ണം എടുത്ത് ഓടിച്ച് പോലും ഇല്ലാത്തൊരു കാറാണ്. 1 രൂപയും ചിലവാക്കിയിട്ടില്ല. 2,50,000 രൂപ നല്ല ബിസിനസ് ചേട്ടൻ, നല്ല ബിസിനസ്. ഇനി എനിക്കൊരു കാർ വയ്ക്കണം. എനിക്ക് ഒരു 2-3 സ്ലോട്ട് ഒഴിവാക്കിയിടണം. മനസ്സിലായില്ല, നമുക്ക് എപ്പോഴും ഇത് വരുമെന്ന് പറയത്തില്ല.